നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഫ്രൈഡ് റൈസ് ഏറ്റവും നന്നായി കിട്ടാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ടുള്ള വേവിൽ റൈസ് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് ലോങ് ഗ്രെയിൻ റൈസാണ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫ്രൈഡ് റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലുള്ള അരിയോ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള സോണ മസൂരി പോലുള്ള റൈസ് ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയ വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയെടുക്കണം. എന്നിട്ട് കുറഞ്ഞത് അരമണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിലധികമായിട്ടുള്ള സ്റ്റാർച്ചിന്റെ അളവ് കുറയും. അപ്പോൾ നമ്മുടെ അരി അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നൂറ്റിയെടുത്ത് വേവിച്ചെടുക്കുക. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഏറെ വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇവിടെ 1 കപ്പ് അരി വേവിക്കാനായിട്ട് ഞാൻ ഒരു 2.5 ലിറ്ററോളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കഴുകി വാരി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓവറായിട്ട് കുക്കാകാൻ പാടില്ല. കൂടുതലായിട്ട് വെന്ത് പോയാൽ അത് കുഴഞ്ഞു പോകും. പക്ഷെ പാകത്തിന് വെന്ത് കിട്ടാൻ വേണം. വേവ് കുറഞ്ഞു പോയതിനാൽ ശരിയാവില്ല. അപ്പോൾ ആ കറക്റ്റ് ഒരു വേവിൽ നിങ്ങൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റാണ് ഇത് വേവിച്ചെടുത്തത്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിലെ വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ ഒരു ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ ഒക്കെ മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിന്റെ ചൂടൊക്കെ പോയി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കുറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാനങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് കറക്റ്റ് പാകത്തിനായിട്ട് നമ്മൾ ഇവിടെ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കിത് എഗ് ഫ്രൈഡ് റൈസ് ആയിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊന്ന് മാറിയിട്ട് വേണം നമ്മളിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാൻ. ഇത് കൂടാതെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതിന്റെ പച്ചയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രം തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടിൽ വേണം ഇത് പാകപ്പെടുത്തിയെടുക്കാൻ. ഇത് ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ തീ ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓനിയന്റെ ആ വെള്ളം മുഴുവനും ചേർത്തു. പിന്നെ പച്ച ഭാഗം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമുണ്ട്. ഇതൊരു 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കണം. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ 3 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്നും അധികം അങ്ങ് വെന്തു പോകാൻ പാടില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ കളർ നഷ്ടപ്പെടില്ല. പിന്നെ അതിന്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവുകയും ചെയ്യും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നത് ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഇതിന്റെ ആ കളർ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സോയ സോസ് ആണ് ചേർക്കുന്നത്. നമ്മൾ റൈസ് ചേർത്തിട്ട് വേണം സോയ സോസ് ചേർക്കാൻ. ഇപ്പം വെജിറ്റബിൾസിന് നേരെ മുകളിലേക്ക് ചേർത്താൽ അതിന്റെ ആ കളറൊക്കെ പോകും, കൂടുതൽ ഡാർക്കായി പോകും. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഞാനിവിടെ കോക്കനട്ട് വിനെഗറാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ റൈസ് ഒന്നും മുറിഞ്ഞു പോകാതെ സോസൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന പോലെ, ഒരേ കളർ കിട്ടുന്നത് പോലെ ഇത് ഇളക്കിയെടുക്കുക. റൈസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക.
ഇതിപ്പം ഏകദേശം 3 പേർക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു അളവിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഒരേ സമയം തന്നെ ചെയ്യാൻ നോക്കിയാൽ അത് ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കുഴഞ്ഞു പോകാനും റൈസൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി സോസോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് അനിയനും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.